ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കണത് കാണിക്കാൻ വന്നതാണ്. പരവമീനാണ്, പരവമീൻ. അത് ഞാൻ തേങ്ങ അരച്ച് വെക്കണം. തേങ്ങ, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉള്ളി, ഒരു ചെറിയ സവാള, ഒരു തക്കാളി, 4 പച്ചമുളകും എല്ലാം കൂടി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ഞാൻ ചതച്ച് വെച്ചിരിക്കുവാണേ. എന്നിട്ട് ചട്ടി വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട്, ആ ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും ഈ ചതച്ചതും എല്ലാം കൂടി ഇട്ട് നമ്മുടെ വഴറ്റാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റുക. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ടിട്ട്, പിന്നെ കുറച്ച് വേണമെങ്കിൽ ഇനി ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി കുറച്ചും കൂടി വേണമെങ്കിൽ ഇടാം, ആവശ്യത്തിന് കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിടേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാവാനാണ്. ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്, ഒരു 3 സ്പൂൺ തേങ്ങയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കാശ്മീരി മുളകും 2 സ്പൂൺ, ടേബിൾ സ്പൂണാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചതാണ്. അത് ഞാൻ അതിലേക്ക് ചേർക്കും. ഇത് ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നു. അതിനുശേഷം നമുക്ക് അതൊന്ന് നന്നായിട്ട് അതും ഒന്ന് മൊരിഞ്ഞിട്ട് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ആ പുളിവെള്ളവും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് തിളപ്പിക്കാം. ഞങ്ങൾ പല രീതിയിൽ, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. നമുക്ക് ഈ മീൻ ഇത്തിരി സോഫ്റ്റായിട്ടുള്ള മീനാണ്. ഇത് ജോജുകൂട്ടൻ കഴിക്കില്ല, കറി കഴിക്കില്ല, ചാറ് മാത്രമേ കഴിക്കുകയുള്ളൂ, ഗ്രേവി. മീൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ അവന് വേണ്ടി 2 പീസ് എടുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് മുരിഞ്ഞ് വന്നതിന് ശേഷം ഈ കുടംപുളി ഒഴിക്കാം. നമുക്ക് കുടംപുളി ഇട്ട് 2 കുടംപുളിയേ ഉള്ളൂ കേട്ടോ, അധികം പുളിയൊന്നും വേണ്ട തേങ്ങ അരച്ച് വെക്കണതിന്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ നല്ലതാണ്, മാങ്ങയില്ല ഞങ്ങൾക്ക്. എന്നിട്ട് അതൊന്നങ്ങ് തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് കഴിഞ്ഞു. തിളച്ച് ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ചെറിയ ഉള്ളിയും കൂടി ഒന്ന് താളിച്ചിടാം, കുറച്ച് വേപ്പിലയും ഒക്കെ ഇടാം. ഞാൻ ഇന്നതിട്ടില്ല. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. എന്നിട്ട് അടച്ച് വെക്കാം. ഇതിന് വലിയ വേവൊന്നുമില്ല. ചില മീൻ പെട്ടെന്ന് വേകും, ഈ മീൻ അധികം വേവില്ല. ഇത് പരവേന്നോ പ്രാഞ്ഞിന്നോ എന്തോ പറയണ ഒരു മീനാണ്, എനിക്ക് കറക്റ്റായിട്ട് ഇപ്പം കിട്ടണില്ല. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.